ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഞാനും സുഖമായിട്ട് പോകുന്നു. ഇപ്പം അടുത്താണ് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ, ലോ അട്രാക്ഷൻ ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഇതൊക്കെ കൂടുതൽ അറിയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ നമ്മൾ എന്ത് പോസിറ്റീവ് ചിന്തിക്കുന്നോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ലൈഫിൽ നടക്കുകയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനും എല്ലാം നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ, പറയാറുള്ളൂ. എന്നെ തന്നെ ഞാൻ ചിലപ്പോൾ ആശ്വസിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ സുമുഖനാണ്, ഞാൻ നല്ല എനർജറ്റിക്കാണ്, അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ഇന്ന് കറണ്ട് അഫെയർസൊക്കെ എഴുതി കഴിഞ്ഞു, പഠിക്കാൻ ഇരിക്കണുള്ളൂ കേട്ടോ. എന്തോ ചില സമയത്ത് ഉച്ചയ്ക്കൊക്കെ നന്നായിട്ടിരുന്ന് പഠിക്കും, ചില സമയത്ത് ആകെ ഒരു ഉറക്കം വരവും ഇതും. അപ്പോൾ തോന്നും പിന്നെ പഠിക്കാൻ, രാത്രി പഠിക്കാൻ. എന്നിട്ട് രാത്രി വിചാരിക്കും, രാത്രി പഠിക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഉറക്കം വന്നാൽ കിടന്നിട്ട് തോന്നുന്നേരം ഉച്ചയ്ക്ക് ഉറങ്ങും. വിചാരിക്കും രാത്രി നമുക്ക് തോന്നുന്നേരം പഠിക്കാനോ, ഉച്ചത്ത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഉറക്ക ക്ഷീണമൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ രാത്രി നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. രാത്രി പതുപോലെ തന്നെ കുറച്ച് നേരം പഠിക്കും. പിന്നെ ഫോൺ വിളിക്കാൻ, കുറച്ച് കോഡിങ് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ചില സമയത്ത് നേരത്തെ കിടന്നുറങ്ങും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഈ പഠിക്കുന്ന കുട്ടികൾ എന്നും ഭയങ്കര പഠിപ്പിസ്റ്റാവുമല്ലോ അല്ലേ? ഈ ആവറേജ് നിൽക്കുന്നവർ ചില പേരൊക്കെ കുറേ അങ്ങനെ തന്നെയാവും. അതെന്താണാവുമല്ലോ അതിൻ്റെ ട്രിക്ക്? മനസ്സിലാവണില്ല. ഈ 10ൽ 10 A+ ഇട്ട കുട്ടികൾ +2ലും ഫുൾ A+ അവർ നല്ല ഡിഗ്രി എടുക്കും, PG എടുക്കും, B.Ed എടുക്കും, പഠിച്ച് നല്ല രീതിയിൽ പോകുമല്ലോ. ഈ ആവറേജ് പിള്ളേർ, അതായത് എന്നെപ്പോലെയുള്ള കാറ്റഗറിയത്തെ പിള്ളേർ അന്നും വലിയ പഠിപ്പിസ്റ്റൊന്നും ആവില്ല, ഇപ്പോഴും ആവില്ല. അതെന്താവില്ല? ചിലപ്പോൾ എനിക്കിന്ന് തോന്നിയും അവർക്കൊക്കെ ചെറുപ്പത്തിൽ ആ ചിട്ടയായ ഒരു പഠനം ഉണ്ടായതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അന്നന്ന് എടുക്കുക, അത് അന്ന് തന്നെ പഠിക്കുക, അങ്ങനെ അവർക്കതൊരു റൂളായിട്ടാണ് മാറിക്കഴിഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ രാവിലെ എണീക്കണം, ബ്രഷ് ചെയ്യണു, അത് നമുക്കിപ്പോൾ എത്ര തിരക്കാതെ നമ്മളത് ചെയ്യില്ലേ? അത് നമ്മൾ റൊട്ടീനായിട്ട് മാറില്ലേ? ഒരു പക്ഷേ നമുക്ക് പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞാൽ പഠിക്കും. പക്ഷേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ്, ഹോംവർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാം ഉണ്ടെങ്കിൽ അത് പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ അടച്ചേക്കും. പിന്നെ എക്സാമിന് തലേദിവസം മൊത്തം പഠിക്കും. ഞാനൊക്കെ ആ ടീംസാട്ടോ. ഒരു ചിട്ടയായ പഠനമില്ല. ആ ചിട്ടയായ പഠനം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു പലപ്പോഴും നമുക്ക് പിന്നെ പിന്നെ ചില ആൾക്കാരുണ്ട് തീരെ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു എക്സാമിൻ്റെ തലേന്നോ 2 ദിവസം മുന്നേ ഒക്കെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയാൽ ഒക്കെ തലയിൽ കയറുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കും കുഴപ്പമില്ല. അല്ലാതെ ഈ ആവറേജ് മിഡിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പെട്ടെന്ന് തലയിൽ കയറൂല, പഠിക്കാനുള്ള സമയം വേണം എന്നൊരു ചിട്ടയോടെ പഠനം ഇല്ലാത്ത അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? ആവുന്നില്ല, അനുഭവം ഗുരു എന്ന് പറയാലോ. പിന്നെ ഞാൻ ചിന്തിക്കും, ഇനി പിള്ളേരൊക്കെ ആകുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ശീലം വെപ്പിക്കണം. അന്നന്ന് എടുക്കുക, അന്നന്ന് പഠിക്കുക. അത് നമ്മൾ ചെറുപ്പം മുതൽ കുറച്ച് ശീലിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി ലൈഫിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഇപ്പം അന്നത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത, പക്ഷേ ഇന്നിപ്പോൾ നമുക്കല്ലല്ലോ, നമുക്ക് ബുദ്ധിയും വിവരവും പക്വതയൊക്കെ ആയല്ലോ. ഇന്ന് വേണമെങ്കിൽ അങ്ങനെ ഡെയിലി എടുക്കുന്ന പഠിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ നമുക്കെന്താ ആ റൊട്ടീൻ ഇല്ലാത്ത കാരണം എത്ര വിചാരിച്ചാലും കുറേയൊക്കെ മടിയാവും. പിന്നെ എത്ര വിചാരിച്ചാലും എത്തില്ല. പിന്നെ അപ്പോഴേക്കും ചാഞ്ചാടുന്നൊരു മനസ്സ് നമുക്ക് കൂടെ ഉണ്ടല്ലോ, നൂറാന്തര ചിന്തകളും അതും ഇത് ആലോചിച്ചിട്ട് അങ്ങനെയും പോവും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി സമയമില്ല ഇരുന്ന് വർത്താനം പറയാം. അപ്പോൾ ഞാൻ പോയി പഠിക്കട്ടെ കേട്ടോ. അപ്പോൾ ടെറ്റാ ബൈ, സീ യു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടെറ്റാ.